സ്ഥാനാർത്ഥിയാരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ ജനഹൃദയ യാത്രയിലൂടെ വോട്ട് ചോദിച്ചിറങ്ങി കോഴിക്കോട് MP MK രാഘവൻ. യാത്ര ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രാഘവന്റെ വിജയത്തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കൾ പ്രചാരണത്തിനിറങ്ങാൻ കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് മാത്രമുള്ളതുകൊണ്ടാണെന്ന് MK രാഘവൻ പറഞ്ഞു. മലയോര കുടിയേറ്റ ഗ്രാമമായ കട്ടിപ്പാറയിൽ നിന്നാണ് MP-യുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ജനഹൃദയയാത്ര ആരംഭിച്ചത്. UDF നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ MK രാഘവൻ വോട്ട് തേടിയിറങ്ങി. കട്ടിപ്പാറ ടൗണിലെ കടകളിൽ കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. അഹങ്കാരമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഘവനെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു തന്ന പ്രഗത്ഭനായ പാർലമെന്റ് അംഗമാണ്. കോഴിക്കോടിൽ പാർലമെന്റ് മെമ്പറുടെ ഒരു ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നതും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായ രാഘവനെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വോട്ട് തേടിയിറങ്ങിയതിൽ MK രാഘവന്റെ വിശദീകരണം ഇങ്ങനെ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പേര് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പേരേ ഉള്ളൂ, അത് വരും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരാഴ്ച നീളുന്ന ജനഹൃദയ യാത്രയിൽ UDF-ന്റെ മുതിർന്ന നേതാക്കളും രാഘവന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. റിപ്പോർട്ടർ, കോഴിക്കോട്.